ഇന്നത്തെ ചിന്താ വിഷയം ഒരു സിനിമയുടെ പേരല്ലേ അല്ലേ? എന്താ വിഷയം? ആ സിനിമയുടെ വീഡിയോ ഒന്നും ഇട്ടില്ല അല്ലേ? വേണ്ട, ശരി. അപ്പൊ ഇന്നത്തെ ചിന്താ വിഷയം എന്നതാണ് വിഷയം. ഇന്നത്തെ ഡേറ്റ് ഇന്ന് 18ആണോ? 16അല്ലേ? ഞാൻ 16. ടീം എ, ഈ റൗണ്ടിൽ നിങ്ങൾക്കുള്ള നേരിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് 20 പോയിന്റുകൾ ശരി ഉത്തരമാണെങ്കിൽ കിട്ടും എല്ലാ ടീമിനും. അപ്പോ 20 പോയിന്റ് നേരിട്ടാണെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ടാൽ പാസ് ചെയ്ത ചോദ്യങ്ങളാണെങ്കിൽ എത്ര മാർക്ക് കിട്ടും? അതെങ്ങനെയാടാ? ഭാരതപ്പുഴയ്ക്ക് ഉത്തരം അറിയില്ല എന്നുള്ളത് കൊണ്ട് നെയ്യാറിന്റെ പോയിന്റ് നമ്മൾ എങ്ങനെയാ പകുതിയാക്കുന്നത്? ഇതൊക്കെ പഴയ കാലത്ത് ഏതോ മണ്ടന്മാരുണ്ടാക്കിയ നിയമമല്ലേ? ഒരു ടീമിന് ഉത്തരം അറിയാത്തത് കൊണ്ട് മറ്റൊരു ടീമിന്റെ പോയിന്റ് പകുതിയാക്കുന്നത് മര്യാദയാണോ? അല്ല. അപ്പൊ നേരിട്ടായാലും കൈമാറ്റം ചെയ്യപ്പെട്ടാലും 20 പോയിന്റുകൾ തന്നെയാണ് ശരി ഉത്തരത്തിന്. അതാണ് ശരിയും അല്ലേ? അതാണ് ശരിയെങ്കിൽ കൈയടിച്ചേ. അപ്പൊ ടീം ഭാരതപ്പുഴ, എന്റെ ഈ റൗണ്ടിലെ ചോദ്യങ്ങളെല്ലാം ഇന്ന് ജൂലൈ 18 ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടവയാണ്. ക്ലിയർ? Here comes the first question of the grand finale of Victory Vaca Genius Hunt. ആയിരത്തി 1976 ജൂലൈ മാസം 18-ാം തീയതി പെർഫെക്റ്റ് 10 എന്ന നേട്ടം കൈവരിച്ച ഒരു വലിയ കായിക താരത്തിന്റെ ഇന്നത്തെ ചിത്രമാണ് നിങ്ങളാ കാണുന്നത്. ജൂലൈ 18-ന്, കൃത്യമായി പറഞ്ഞാൽ 49 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ജൂലൈ 18-ന് ലോകത്തിൽ ആദ്യമായി ജിംനാസ്റ്റിക്സിൽ പെർഫെക്റ്റ് 10 ആയി മാറിയ ഈ കായിക താരത്തിന്റെ പേരെന്ത് എന്നാണ് ചോദ്യം. നാദിയ കോമനേച്ചി. ശരിയായ ഉത്തരം. 20 പോയിന്റുകൾ. റുമേനിയൻ കായിക താരമായിരുന്ന നാദിയ കോമനേച്ചി പെർഫെക്റ്റ് 10 ആയി തിരഞ്ഞെടുക്കപ്പെട്ടുമായി ജൂലൈ 18, 1976. ഗുഡ് ഗോയിങ് ടീം ഭാരതപ്പുഴ. നോക്കൂ, ഇതായിരുന്നു ആ പെർഫെക്റ്റ്. യെസ്, ടീം നെയ്യാർ. ഇനി മറ്റൊരു ജൂലൈ 18. ജൂലൈ 18 അന്ന് ജനിച്ച ഈ വിശ്വവിഖ്യാതയായ എഴുത്തുകാരിയാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, എമ്മ തുടങ്ങിയ വിശ്വസാഹിത്യത്തിലെ പ്രധാന രചനകൾ എഴുതിയത്. ആരാണ് ഈ മഹതിയായ എഴുത്തുകാരി? Mike, take your mic and give me the answer. നെഗറ്റീവ് മാർക്സ് ഉണ്ടോ? ഒന്നുമില്ല, പറഞ്ഞോ. ജെയിൻ ഓസ്റ്റൻ. നെഗറ്റീവ് മാർക്സ് വേണോ? വെറുതെ ജെയിൻ ഓസ്റ്റൻ എന്ന് പറഞ്ഞു. എന്തിനാ? അറിയില്ല എന്ന് പറഞ്ഞാൽ പോലെ. ടീം കബനി, നിങ്ങൾക്ക് ഉത്തരം പറയാൻ അവസരമില്ല. ബിക്കോസ് ജെയിൻ ഓസ്റ്റൻ is the perfectly correct answer. ജെയിൻ ഓസ്റ്റൻ. Sense and sensibility in Jane Austen. 20 points. Good going. Team Company, ഇതാ നിങ്ങൾക്ക്. ആയിരത്തി 1918 ജൂലൈ 18-ന് ജനിച്ച മഹാപ്രതിഭയുമായി ബന്ധപ്പെട്ട സംഖ്യയാണ് 46664. 4664. ഈ സംഖ്യ ജൂലൈ 18-ന് ജനിച്ച ആരെ നിങ്ങളുടെ മുന്നിൽ ഓർമ്മിപ്പിക്കുന്നു? Five seconds. 4. Count down. 3. ടീം പെരിയാർ. നെൽസൺ മണ്ടേല. മണ്ടേലയ്ക്ക് എന്താ 4664? ജയിലിന്റെ നമ്പർ. ജയിലിന്റെ നമ്പർ ഏത്? മറ്റേ ഈ ഉപ്പായത്തിൽ ഇങ്ങനെ എഴുതി വയ്ക്കുന്ന നമ്പറാണോ നിങ്ങൾ ജയിൽ പുള്ളികൾ? മണ്ടേല റോബിൻ ഐലൻഡ് എന്ന് പറയുന്ന ദ്വീപിൽ 27 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് നമുക്കറിയാം. പക്ഷെ 1918 ജൂലൈ 18-നാണോ ജനിച്ചത്? അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങേരുടെ പ്രസന്നർ ID നമ്പർ 4664 ആണ്.
പെരിയാർ നമുക്കൊരു ചിത്രം കാണാം. Nelson Mandela, the prisoner line in the number of Nelson Mandela, 4-6-4. Good going, 20 points to Periyar. And here comes your direct question, Periyar. പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ, ചങ്ങല ഒരുങ്ങുന്നു, കേരളത്തിന്റെ ഗുൽസാർ. ജൂലൈ 18 ബന്ധമുള്ള ഒരാളിന്റെ പുസ്തകങ്ങളാണ്. ഉമ്മൻചാണ്ടി. കേരളത്തിന്റെ ഗുൽസാർ, പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ, ചങ്ങല ഒരുങ്ങുന്നു എഴുതിയത് ഉമ്മൻചാണ്ടിയാണോ? ആണോ രാജേട്ടാ? ആണോ? ഈ പുസ്തകങ്ങളുടെ കവർ പേജ് ഒന്ന് കാണിക്കാമോ വിഷ്ണു? കവർ പേജ് ഇല്ല. കവർ പേജ് വേണ്ട. എന്തായാലും പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ എഴുതിയ ആള് തന്നെയാണ് ചങ്ങല ഒരുങ്ങുന്നു എഴുതിയത്. അത് എഴുതിയ ആള് തന്നെയാണ് കേരളത്തിന്റെ ഗുൽസാറും എഴുതിയത്. ഇത് മൂന്നും എഴുതിയ ആൾ തന്നെയാണ് ലളിതമായ ശൈലി കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട നേതാവായി മാറിയ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. ശരിയായ ഉത്തരം. ടീം പമ്പ, ഹിയർ കംസ് യുവർ ക്വസ്റ്റ്യൻ. ടീം പമ്പ 1925 ജൂലൈ 18 ഒരു ആത്മകഥ പുറത്തിറങ്ങി. ശ്രദ്ധിക്കൂ, ഒരു ആത്മകഥ പുറത്തിറങ്ങി 1925 ജൂലൈ 18. ആ ആത്മകഥ എഴുതിയ ആൾ വരച്ച ചിത്രങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ലോകത്തിനെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു വ്യക്തിത്വവും പിടിച്ചു കുലുക്കിയ ജീവിത കഥയുമാണ് അത്. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. 1925 പുറത്തിറങ്ങിയ ആ ആത്മകഥയുടെ പേരെന്ത്? ഈ ചിത്രങ്ങൾ വരച്ച മനുഷ്യനാണ് ആ ആത്മകഥ എഴുതിയത്. Five. 1925 ജൂലൈ 18 പുറത്തിറങ്ങിയ ഒരു ആത്മകഥ എഴുതിയ ആളാണ് ഈ ചിത്രങ്ങൾ വരച്ചത്. ആരുടെ ആത്മകഥ? ആത്മകഥയുടെ പേരെന്ത്? ടീം ഭവാനി. പാസ്. ഭാരതപ്പുഴ. മെയിൻ കാംഫ് അഡോൾഫ് ഹിറ്റ്ലർ. ഓസ്ട്രിയയിലെ വിയന്നയിലെ ഫൈൻ ആർട്സ് അക്കാദമിയിൽ അഡ്മിഷന് വേണ്ടി പോയപ്പോ അഡ്മിഷൻ നിഷേധിക്കപ്പെട്ട മനുഷ്യൻ. പിന്നീട് വിയന്നയ്ക്കടുത്തുള്ള പല നിരത്തുകളിലും ഇരുന്ന് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ വരച്ച് വിറ്റ് ഉപജീവനം കണ്ടെത്തി. ചിത്രകലയിൽ വലിയ പ്രതിഭയും പ്രാഗൽഭ്യവും ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മനുഷ്യവംശം കണ്ട ഏറ്റവും മൃഗീയമായ വാസനകൾക്കുടമയായ ഏകാധിപതിയായി മാറി. 1925 മെയിൻ കാംഫ് എന്ന ആത്മകഥ പുറത്തിറക്കി അഡോൾഫ് ഹിറ്റ്ലർ. ടീം ഭവാനി. ടീം ഭവാനി, നിങ്ങൾക്കുള്ള ചോദ്യം ഈ ദിവസത്തിലെ 1861 ജൂലൈ 18 ജനിച്ച ഈ വനിതയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർ. എന്താണ് ഇവരുടെ പേര്? ദ ഫസ്റ്റ് ലേഡി ഡോക്ടർ ഇൻ ഇന്ത്യ. ഭാരതപ്പുഴ. കടമ്പിനി ഗാംഗുലി. കദംബിനി ഗാംഗുലി. ശരിയായ ഉത്തരം. ദ ഫസ്റ്റ് ലേഡി ഡോക്ടർ ഇൻ ഇന്ത്യ, കദംബിനി ഗാംഗുലി. 24 പോയിന്റ്സ് ടു ടീം ഭാരതപ്പുഴ. ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ഇത് ഓഡിയൻസിനുള്ള സമ്മാനത്തിന് വേണ്ടി ഉള്ള ചോദ്യം. നിങ്ങൾക്ക് ഒരുപാട് പേർ ഉത്തരം പറയാൻ ആദ്യം കൈപോകുന്ന ആൾ ഉത്തരം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പറയാം. വിഷ്ണു, എനിക്കൊരു ഹോട്ടലിന്റെ പേര് വേണം. ആനന്ദവിലാസം എന്ന് മറ്റാണെന്ന് തോന്നുന്നു, എനിക്കൊരു ഓർമ്മയില്ല. പണ്ടൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ഉണ്ടോ? എവിടെ? 1957. ചോദ്യം. 1957 ആരംഭിച്ച ആനന്ദവിലാസ് ഹോട്ടൽ. ആനന്ദവിലാസ് ഹോട്ടലില് അതിന്റെ കൗണ്ടറിൽ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ വേഷവിധാനം കൊണ്ട് ഇന്ന് ലോകം മുഴുവൻ പ്രചാരത്തിലായി
ആനന്ദവിലാസ് ഹോട്ടലിലെ ഒരു പ്രത്യേക ഭക്ഷണം എന്താണ്? തലപ്പാവ് ബിരിയാണി. തലപ്പാവോ? തലപ്പാവല്ല, എന്താണ്? എന്ത് ബിരിയാണി? എന്താണ്? എന്താണ് മോളെ? ഇപ്പൊ തലപ്പാവെട്ടി ബിരിയാണി. ആ മനുഷ്യനെ കാണണ്ടേ നമുക്ക്? വിഷ്ണു അയാളെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതാ ഡിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി. 1957 ആനന്ദവിലാസ് എന്ന പേരിൽ ആരംഭിച്ച ഹോട്ടലിലെ കൗണ്ടറിൽ തലയിക്കെട്ടുള്ള ഈ മനുഷ്യൻ ഇരിക്കുമായിരുന്നു. ഇയാൾ വലിയ പരിചിതനായിരുന്നു നാട്ടുകാർക്കൊക്കെ. ഇയാളുടെ ഈ തലയിക്കെട്ടിൽ നിന്നാണ് അതിന് തലപ്പാക്കട്ടി ബിരിയാണി എന്നുള്ള പേര് വന്നതിന് ലോകം മുഴുവൻ ബ്രാഞ്ചുള്ളത്. ഒരുപാട് അതിഥികൾ നമുക്കുണ്ട്. നമ്മുടെ ദേവസ്വം ബോർഡിന്റെ മുൻ PRO ശ്രീ മുരളീക്കോട്ടയ്ക്ക് ഉണ്ടല്ലോ, മുരളി കുട്ടിക്ക് സമ്മാനം കൊടുക്കും. മകൻ എന്ന മോളുടെ പേര് അനന്യ. ശരി, താങ്ക് യു. അപ്പൊ നമ്മൾ ആദ്യ റൗണ്ട് കഴിഞ്ഞു. രണ്ടാം റൗണ്ടിലേക്ക് പോവാ. രണ്ടാം റൗണ്ട് എന്താണെന്ന് അറിയോ? സിനിമയൊക്കെ കാണാനുണ്ടോ? Here comes the second round. സേതുരാമയ്യർ CBI. ആ റൗണ്ടിന്റെ പേരിന് നിങ്ങളുടെ സംഗീത ഉപകരണങ്ങൾ ഇവരിലെ സേതുരാമയ്യർ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ജോലി. എന്താണ് ജോലി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഫേമസ് ആയ ചില ആളുകളെ കുറിച്ചോ ചില കാര്യങ്ങളെ കുറിച്ചോ ഞാൻ ചില ക്ലൂകൾ കൊടുക്കും, സൂചനകൾ. ആദ്യത്തെ സൂചനയിൽ തന്നെ കൈയെത്തി ഉത്തരം പറഞ്ഞാൽ ഇവർക്ക് നമ്മൾ എത്ര പോയിന്റ് കൊടുക്കും? 50 40 പോയിന്റ് കൊടുക്കും. രണ്ടാമത്തെ സൂചനയിലാണെങ്കിൽ 30 പോയിന്റ് കൊടുക്കും. മൂന്നാമത്തെ സൂചനയിലാണെങ്കിൽ 20 പോയിന്റ് കൊടുക്കും. നാലാമത്തെ സൂചനയില്ല, 3 സൂചന മതി. അപ്പൊ 3 സൂചന. ഇനി കൈപൊക്കിയിട്ട് തെറ്റുത്തരം പറഞ്ഞാൽ ആ വ്യക്തിയെ കുറിച്ചുള്ള മറ്റു 2 സൂചനകൾക്ക് ഉത്തരം പറയാൻ അവസരം ഉണ്ടാവില്ല. ക്ലിയർ? മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? നീ എന്താ പറഞ്ഞ താടി കൈവച്ചിരിക്കുന്നേ? വിഷമുണ്ടാനൊക്കെ ധൈര്യമായിരിക്കുന്നേ? ഒന്നും ആയില്ല. റെഡി? ശ്രീ രാജശേഖരൻ സ്വകാര്യം. അതെ, ഈ റൗണ്ടില് ഞാൻ ക്ലൂ കൊടുത്തോളാം. എന്നാൽ നിങ്ങളൊക്കെ ഇവിടെ വെറുതെ ഇരിക്കല്ലേ? ആദ്യം നമുക്ക് ഇദ്ദേഹത്തെ വിളിക്കാം. എന്റെ കാതിൽ ഒരാളുടെ പേര് പറയും. ഫേമസ് ആയ ഒരാളിന്റെ പേര് പറയാൻ പറഞ്ഞപ്പോ എന്റെ അമ്മായി അച്ഛന്റെ പേരാണ്. ശരി, അദ്ദേഹം ഒരാളിന്റെ പേര് പറഞ്ഞു. ആ ആളിനെ കുറിച്ചുള്ള സൂചനകൾ കൊടുക്കും. റെഡി? നമുക്ക് ക്രിക്കറ്റ് താരം ദേവാശിഷ് മൊഹന്തിയുടെ നാടുണ്ടല്ലോ, മറ്റേ ഒറീസ, അവിടോട്ട് കാര്യം ഒന്ന് പോവാം. ശരി, here comes your first clue. നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്തിന്റെ പേര് വീലർ. വീലർ എന്നായിരുന്നു പേര്. ശ്രീ രാജശേഖരൻ നായരുടെ കയ്യിൽ ഒരു മൈക്ക് കൊടുക്കാമോ? നമുക്ക് എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ കാതിൽ എന്ത് പറഞ്ഞത് എനിക്കറിയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ആദ്യം ചോദിക്കട്ടെ. എന്താ അങ്ങ് എന്നോട് പറഞ്ഞ പേരെന്ന് പറയാമോ? എന്താണ് പറഞ്ഞത്? ഒറീസയുടെ വീലർ ഐലൻഡുകൾ.
ഒറീസയിലെ വീലർ ഐലൻഡിന്റെ ഇപ്പോഴത്തെ പേര് APJ അബ്ദുൽ കലാം ഐലൻഡ്സ് എന്നാണ്. APJയുടെ ഓർമ്മയ്ക്ക് ഒറീസയിലെ വീലർ ഐലൻഡിന് ആ പേരാണുള്ളത്. വെരി ഗുഡ് ആൻസർ ടീം പെരിയാർ. 40 പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. സെക്കൻഡ്, രണ്ടാമത്തേത് ഇവരോടൊക്കെ ചോദ്യം ചോദിച്ചിട്ട് ഇനി ഞാൻ മാർക്ക് കൊടുത്തില്ല, സ്കോറൊക്കെ തെറ്റിപ്പോയെന്ന് പറഞ്ഞാല് ഈ പിള്ളേർ വിളിച്ച് ജയിലിടും നമ്മളെ, കേട്ടോ അല്ലേ വിഷ്ണു? സ്കോർ കൂട്ടുന്നത് തെറ്റിയാലേ പിള്ളേർ നമ്മളെ പിടിച്ച് ജയിലിടുന്നു. അപ്പൊ എന്തായാലും മാഡം ഒരു പേര് പറഞ്ഞു അല്ലേ, ഒരു ക്ലൂ കൊടുത്താലോ? Here comes your first clue. മാഡം പറഞ്ഞ ആളിനെ കുറിച്ചാണ് കേട്ടോ. അയ്യോ, മാഡം ആരെ കുറിച്ച് പറഞ്ഞു? അയാളോട് പറഞ്ഞില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞോ ഇല്ല. അപ്പൊ എന്തായാലും ഏതെങ്കിലും തോന്നുന്നു കൊടുത്തോ, അത് കൊള്ളാം. സെൻട്രൽ ചെയ്തോ? ഫസ്റ്റ് ക്ലൂ ഇത് തന്നെ. എന്നാ പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ. യെസ് ടീം ഭവാനി. ഭഗത് സിംഗ്. അല്ല മോനെ, ഭഗത് സിംഗ് ബിഹാർ ജയിലുമായിട്ട് എന്താ? ഇനി ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അതോ 30 മാർക്കുകൾക്ക് വേണ്ടി രണ്ടാമത്തെ സൂചന തരണോ? ഗാന്ധിജി. തെറ്റ്. അപ്പൊ മോളുടെ അവസരം നഷ്ടമായി ഈ റൗണ്ടിൽ. 30 മാർക്കുകൾക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ സൂചന തരട്ടെ. അപ്പൊ ഒരു ലിസ്റ്റ് തന്നെ തന്നോ. ജയില് കഴിഞ്ഞു. എന്തെങ്കിലും ഒരു ലിസ്റ്റ് ഇട്ടത് അത് കൊള്ളാം. പ്രസിഡന്റ്, 2 വൈസ് പ്രസിഡന്റ്, 3 പ്രൈം മിനിസ്റ്റർ, 4 ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്, 5 ഫോർമർ പ്രസിഡന്റ്സ്, 5 ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, 6 ചീഫ് ജസ്റ്റിസ്, 7 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, 8 അംബാസിഡേഴ്സ്, 7 ഞാൻ ആരെന്നാണ് ചോദ്യം. 7A എന്ന ഇന്ത്യൻ VVIPകളുടെ പ്രോട്ടോകോളിൽ 7A എന്ന റാങ്ക് നിലവിൽ എനിക്കാണ്. ബാക്കി കാണുന്നവരുടെ ഒക്കെ റാങ്ക് ഈ പദവിയിൽ നിന്ന് മാറുമ്പോൾ കഴിയും അല്ലേ? പ്രസിഡന്റ് പഴയ പ്രസിഡന്റ് ആവുമ്പോ 5ാമതാവില്ലേ? പക്ഷെ ഞാൻ മരിക്കുന്നത് വരെയും 7Aയിൽ എന്റെ റാങ്ക് ഉറപ്പാണ്. അപ്പൊ ആ എന്നെ കുറിച്ചാണ് മാഡം പറഞ്ഞത്. അതിൽ 1ാമത്തെ സൂചനയാണ് ജയിൽ കാണിച്ചത്, തിഹാർ ജയിൽ. അല്ല മോനെ, 3ാമത്തെ സൂചന വേണോ? ഹിന്ദി പാട്ട് ഇഷ്ടമാണോ? ഹിന്ദി സിനിമയുടെ പാട്ട് ആണോ ഇഷ്ടം? എനിക്ക് ഹിന്ദി പാട്ട് കൊള്ളാവുന്ന ഒരു പാട്ട് കേൾപ്പിച്ചു തരുമോ, അല്ലെങ്കിൽ കാണിച്ചു തരുമോ? അടിപൊളി എന്തെങ്കിലും ആയിക്കോട്ടെ വിഷ്ണു, കളർഫുൾ ആയൊരു പാട്ട് കേട്ടോ. ഈ പാട്ടിന്റെ സംഗീത സംവിധായകനായ SD ബർമനോടുള്ള ആരാധന കാരണമാണ് നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തിയുടെ പിതാവായ രമേശ് മകന് ആ പേരിട്ടത്. ഈ സിനിമയുടെ ഈ ഗാനത്തിന്റെ സംഗീത സംവിധായകനായ SD ബർമനോടുള്ള അടുത്ത ആരാധന മൂലമാണ് നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തിയുടെ പിതാവായ രമേശ് മകന് SD ബർമന്റെ പേരിട്ടത്. SD ബർമന്റെ ഫസ്റ്റ് നെയിം മകന് കൊടുത്തത്. അച്ഛന്റെ പേരിട്ടാണ് കണ്ടെടുത്ത് കണ്ടുപിടിക്കുന്ന. അച്ഛന്റെ പേരെന്താ? രമേശ് അല്ലേ? ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കൂ. ലാസ്റ്റ് ഇനി അവസരമൊന്നുമില്ല, ഇത് കഴിഞ്ഞു. ഈ ഓഡിയൻസിലോട്ട് പോകും. യെസ് ഭാരതപ്പുഴ. രാഹുൽ ഗാന്ധി. അയ്യോ അല്ല. അപ്പൊ നിങ്ങൾ ആരും ട്രൈ പോലും ചെയ്യുന്നില്ല. ബാക്കിയുള്ള ട്രൈ ചെയ്യാൻ വേണം. എന്തെങ്കിലും പേര് പറയാം. യെസ്, ലാസ്റ്റ് അവസാനത്തെ ക്ലൂ കഴിഞ്ഞല്ലോ. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞോ. സച്ചിൻ തെണ്ടുൽക്കർ. അതെന്താണ് ജയിലുമായി ഈ രമേശ് എന്ന് പറഞ്ഞ പുള്ളിയുടെ പേരാണ്. അപ്പൊ അങ്ങനെയൊക്കെ മാഡത്തിന്റെ പേര് എന്തായിരുന്നു? പേര്
കൊടുത്തു. അപ്പൊ എന്നോട് എന്ത് പേരാ പറഞ്ഞത്? സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. വിനോദ് കാംബ്ലിയോടൊപ്പം ചേർന്ന് ലോക സ്കൂൾ ക്രിക്കറ്റിൽ അൺബ്രേക്കബിൾ ആയ റെക്കോർഡിട്ട വർഷത്തിൽ തിഹാർ ജയിലിൽ ഒരു വാർഡ് ഉണ്ടായി. സച്ചിൻ തെണ്ടുൽക്കർ വാർഡ് എന്നാണ് തിഹാർ ജയിലിൽ ഉണ്ടായ ആ വാർഡിന്റെ പേര്. രണ്ടാമത്തെ സൂചന, ഇന്ത്യൻ VVIPകളുടെ പ്രോട്ടോകോൾ ലിസ്റ്റിൽ 7A എന്നത് ഭാരതരത്ന റെസിപ്പിയന്റിന്റേതാണ്. VVIP പ്രോട്ടോകോളിൽ 7A. സച്ചിൻ മരിക്കുന്നതുവരെയും ആ പ്രോട്ടോകോളിൽ നിന്ന് മാറില്ലല്ലോ ഭാരതരത്ന. മൂന്നാമത്തെ ക്ലൂ, SD ബർമൻ എന്ന സച്ചിൻ ദേവ് ബർമൻ. SD ബർമനോടുള്ള ആരാധന കാരണമാണ് രമേശ് തെണ്ടുൽക്കർ മകന് സച്ചിൻ എന്ന് പേരിട്ടത്. ശരിയായ ഉത്തരം, നല്ല ഗസ്സാണ്. 20 പോയിന്റുകൾ ടീം ഭവാനി നിങ്ങൾക്കും ലഭിക്കുന്നു. ഇനി നമുക്കൊന്ന് കൊടുക്കാം. വിഷ്ണു ഒന്ന് കൊടുത്തോ. ഹോം അലോൺ, ലിറ്റിൽ റാസ്കൽസ്, സഡൻലി സൂസൻ, ഇതിലൊക്കെ അഭിനയിച്ച, ഈ മൂന്നിലും പൊതുവായി അഭിനയിച്ച ഒരാളിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആളിനെ? ഇല്ല, വേണ്ട. രണ്ടാമത്തെ സൂചന, അദ്ദേഹം എഴുതിയ പഴയൊരു പുസ്തകം അദ്ദേഹം ഇപ്പൊ പേര് മാറ്റി പ്രസിദ്ധീകരിച്ചു, ഗ്രേറ്റ് അഗെയിൻ എന്ന്. ആണോ? ആണ്. ഡൊണാൾഡ് ട്രംപ് ശരിയായ ഉത്തരവാണ്. 30 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മോളുടെ പേരെന്താ? എന്താ മോളുടെ പേര്? ദേവിക. ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണല്ലേ? അല്ലേ? മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. എന്തായാലും നമുക്ക് പോവാം. ഫസ്റ്റ് ക്ലൂ, നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തിയെ കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന. കാഴ്ചപ്പാട്. മാറ്റിക്കോ. അപ്പൊ അത് തന്നെയാണ് ഫസ്റ്റ് ക്ലൂ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാട് എന്ന പുസ്തകം എഴുതിയ ആളാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. കാഴ്ചപ്പാട് എന്ന പുസ്തകം എഴുതിയ ആളിനെയാണ്. രണ്ടാമത്തെ ക്ലൂ, ഗാന്ധിജി ജനിച്ചത് പോർബന്തറിൽ, APJ അബ്ദുൽ കലാം ജനിച്ചത് രാമേശ്വരത്തിൽ, ഞാൻ ജനിച്ചത് CUവിൽ. ആരും ഗസ് ചെയ്യുന്നില്ല? ഇല്ല, സി എന്നുള്ള കണ്ടിട്ടില്ല. മൂന്നാമത്തെ ക്ലൂ, എന്റെ ആദ്യകാലത്തെ തൊഴിൽ മേഖലയിൽ എന്റെ വേഷം കറുപ്പും വെളുപ്പുമായിരുന്നു, എന്റെ യൂണിഫോം. പക്ഷെ പിന്നീട് ഒരുപാട് നിറങ്ങൾ, ഒരുപാട് വർണ്ണങ്ങൾ, ഒരുപാട് വേഷങ്ങൾ. നോക്ക്, മനസ്സിലായോ? CU. സത്യജിത് റേ. നോ. കൈവക്കിയാൾ പറയൂ, എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ. സൈലൻസ് will not take you anywhere. ഇല്ല. ഭാരതപ്പുഴ. മമ്മൂട്ടിയോ? അതെന്താ? മമ്മൂട്ടി ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമുകളിലായിരുന്നു അഭിനയിച്ചത്. എന്റെ യൂണിഫോം ബ്ലാക്ക് വൈറ്റും ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യകാലത്ത് വക്കീലായിരുന്നു, പിന്നെ സിനിമ. അപ്പൊ CU എന്തോ? അറിയില്ല. ഗാന്ധി ജനിച്ചത് പോർബന്തർ, APJ ജനിച്ചത് രാമേശ്വരത്താണ്, ഞാൻ ജനിച്ചത് CUവില്ല. ഹൈഡ്രജന്റെ ഷോർട്ട് ഫോം എന്താ?
എച്ച് എച്ച് രണ്ട് ഹൈഡ്രജൻ ആറ്റം ചേർന്നാലല്ലേ H2 ആവുള്ളൂ. എച്ച്. ഓക്സിജന്റെ O. Cu എന്തിനാ? Cu കോപ്പർ. കോപ്പറിന്റെ മലയാളം എന്താ? ചെമ്പ്. വൈക്കത്തിനടുത്ത് ചെമ്പ് എന്ന സ്ഥലത്ത് ജനിച്ച ആളാരാണോ അയാളാണ് ഉത്തരം. അത് മമ്മൂട്ടിയാണ് എങ്കിൽ ശരി തന്നെയാണ്. ആദ്യത്തെ പുസ്തകത്തിന്റെ അടിയിൽ പക്ഷേ ആ പേര് കാണാമായിരുന്നു, വായിക്കായിരുന്നു. കാഴ്ചപ്പാട് നിങ്ങൾക്ക് പ്രശ്നം. ആ കാഴ്ചപ്പാട് എന്നുള്ളത് താഴെ മമ്മൂട്ടി എന്ന് ഏറെക്കുറെ വായിക്കാം വേണമെങ്കിൽ. മമ്മൂട്ടി എഴുതിയ പുസ്തകമാണ് കാഴ്ചപ്പാട്. മമ്മൂട്ടി എന്നല്ലേ മോള് പറഞ്ഞത്? ശരി. ഈ റൗണ്ടിലെ അവസാനത്തെ അവസരം വേണു, ശ്രീ വേണുഗോപാൽ. വേണുപോയി. വേണുപോയോ? അപ്പോ മോഹൻരാജ് പേര് വേണോ? വേണോ? ഒരാളിന്റെ പേര് എന്റെ കാതി പറയൂ. ഓക്കെ ആണോ? അതിന് മതിയോ? ശ്രീ വേണു ഒരു പേര് പറഞ്ഞു നോക്കട്ടെ. എന്നാ കാണാം. ഒന്നാമത്തെ ക്ലൂ 40 മാർക്കുകൾക്ക് വേണ്ടി. ശ്രീ വേണു പണ്ട് സർവകലാശാല യൂണിയൻ ഭാരവാഹിയായിരുന്നപ്പോൾ ഞങ്ങളുടെ കോളേജ് കാലത്ത് ഞങ്ങളുടെ നേതാവായിരുന്നു. ഇപ്പൊ അദ്ദേഹം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമുള്ള ഒരാളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒരു ക്ലൂ, ആദ്യത്തെ ക്ലൂ കൊടുക്കുമ്പോ വിഷ്ണു, പെൺകുട്ടികൾ കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് പെൺപടയൊന്നും കൊടുക്കണ്ട. എന്തെങ്കിലും ഒരു നല്ല ക്ലൂ, ഇഷ്ടമുള്ളൊരു ക്ലൂ കൊടുക്കും. ആ അത് കൊള്ളാലോ. ഇത് ഏതാ രാജ്യം? സെയ്ഷൽസോ? സെയ്ഷൽസ് അല്ലേ? അയ്യോ, സെയ്ഷൽസ് എന്ന രാജ്യത്തിന്റെ ഗുഡ്വിൽ അംബാസിഡറായ ഇന്ത്യക്കാരൻ 2010 ഭാരതം പത്മഭൂഷൺ നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. പത്മഭൂഷൺ 2010 നേടി. സെയ്ഷൽസ് എന്ന രാജ്യത്തിന്റെ ഗുഡ്വിൽ അംബാസിഡറാണ് ഈ ഇന്ത്യക്കാരൻ. നിങ്ങൾക്കെല്ലാം പരിചിതനും പ്രിയങ്കരനുമാണ്. എനിക്ക് ഇല്ല. 30 വേണ്ടി പോട്ടെ. അടുത്ത ക്ലൂ ചോദിക്കട്ടെ? ചോദിക്കാം. നെക്സ്റ്റ് ക്ലൂ. ആദ്യകാലങ്ങളിൽ ആൽവിൻ വാച്ച് കമ്പനിയിലും ടൈറ്റാൻ വാച്ച് കമ്പനിയിലും ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനായി. പക്ഷെ പിന്നീട് തന്റെ മാസ്മരിക പ്രതിഭയിലൂടെ ലോക പ്രശസ്തനായി മാറി ആ മനുഷ്യൻ. മോളൊന്ന് മാറിയേ. 1992 തന്നെ അല്ലേ? രണ്ടല്ലേ അത്? ഓൾറെഡി 3-ലായിരുന്നോ? അല്ല, 92 തന്നെ അല്ലേ? 92 ടൈം മാഗസിന്റെ കവർ പേജിലും അദ്ദേഹം ഇടം പിടിച്ചു. മൂന്നാമത്തെ ക്ലൂ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഫോട്ടോ ഇതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഹൗ ക്യാൻ യു മാരി or rather bind a camel? Yes, കമനി. MS ധോനി. അല്ല, ഞാൻ കൂടുതൽ വിശദീകരിക്കുമായിരുന്നു. നിങ്ങൾ ചടുക്കരി പറയണ്ട. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ക്യാമലിനെ ബൈൻഡ് ചെയ്യുകയോ മാരി ചെയ്യുകയോ ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തിയുടെ അച്ഛനാണിത്. ഇദ്ദേഹത്തിന്റെ പേര് R.K. ശേഖർ എന്നാണ്. ആദ്യമായി ഒരു ചോദ്യം മത്സരാർത്ഥികൾ ഉത്തരം പറയാതെ ഇത് ഓഡിയൻസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ചോദിക്കാം. ശ്രീ വേണു എന്നോട് എന്ത് പറഞ്ഞെന്ന് എനിക്കറിയില്ല. വേണു എന്നോട് പറഞ്ഞ പേരെന്താണ്? AR റഹ്മാൻ. വരൂ. വേണു തന്നെ സമ്മാനം. AR റഹ്മാൻ. നമുക്ക് നോക്കാം നമ്മൾ കണ്ട സൂചനകൾ അല്ലേ? ആ ക്ലൂസ് ഒന്നുകൂടി കാണിച്ചു കൊടുക്കും. വിഷ്ണു, സെയ്ഷൽസിന്റെ ഗുഡ്വിൽ അംബാസിഡറാണ് AR റഹ്മാൻ. 2010 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. രണ്ടാമത്
അദ്ദേഹം ആൽവിൻ കോട്സിന്റെയും ടൈറ്റാന്റെയും ഉദ്യോഗസ്ഥനായാണ് ജോലി ചെയ്തത്. അവരുടെ തീം സോങ്ങുകൾ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പിന്നീട് ടൈം മാഗസിൻ, 1992 ടൈം മാഗസിൻ അവരുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ച് അദ്ദേഹം കൂടുതൽ പ്രശസ്തനായി. മൂന്നാമത് നൽകിയ സൂചന അദ്ദേഹത്തിന്റെ അച്ഛൻ ആർ കെ ശേഖറിന്റെ ചിത്രമാണ്. ദിലീപ് എന്നാണ് AR റഹ്മാന്റെ ഇത്. പിന്നെ വളരെ സ്ലാസ്റ്റിക് ആയ ഒരു എന്താ പറയാ, വളരെ പരന്ന ഒരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് തന്നു. ഒരു ഒട്ടകത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് ബാരി ചെയ്യുകയോ ബൈൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ കഴിയുന്നതെന്ന്. ഒട്ടകത്തെ കെട്ടിക്കോ എന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ശരി, ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ ഈ മത്സരത്തിന്റെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകുന്നു. ഹിയർ കംസ് ദ തേർഡ് റൗണ്ട്. അപ്പൊ റൗണ്ട് 3യുടെ പേര് അതാണ്, മിന്നൽ മുരളി. റൗണ്ടിലില്ലേ നിങ്ങളുടെ സംഗീതം? ഭവാനി, നിങ്ങളിൽ നിന്നാണ് ഇക്കുറി തുടങ്ങുന്നത് മിന്നൽ മുരളിയിലേക്ക്. ഈ റൗണ്ടിന്റെ പ്രത്യേകത, നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ ഇങ്ങനെ ഒരു 6 ബോക്സുകൾ വരും. നിങ്ങൾ കാണാമോ? മുമ്പിൽ വീഡിയോ ഉണ്ടോ? സ്ക്രീൻ ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ, ഫൈൻ. ഈ 6 ബോക്സുകളിൽ 6 വിഷയങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഉദാഹരണത്തിന് സ്ക്രീൻ ഭവാനി, ഉദാഹരണത്തിന് ട്രയൽ ഒരു വിഷയം, സംഖ്യ പറയൂ. ഏതെങ്കിലും ഒരു സംഖ്യ. 3 എന്ന് പറയുമ്പോ ആ 3 ഫ്രീ ആയി കഴിഞ്ഞാൽ അവിടെ എന്താ വരിക? ഇന്ത്യയിലെ തലസ്ഥാന നഗരങ്ങൾ എന്ന് കാണും അല്ലേ? പക്ഷെ അതേ സമയം തന്നെ നിങ്ങളുടെ മുന്നിൽ ഇതാ ഇങ്ങനെ ഒരു സംഗതി കൂടെ വരും, ഒരു സാൻഡ് ക്ലോക്ക്. ഈ സാൻഡ് ക്ലോക്കിന്റെ പ്രത്യേകത, ഇതിലുള്ള മണൽ തീരുന്നത് എങ്ങനെയാണ് വിഷ്ണു? ഇതാ ഈ മണല് 30 സെക്കൻഡുകൾ കൊണ്ട് അവസാനിക്കും. 30 സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ കണ്ട വിഷയത്തെ കുറിച്ചുള്ള 5 ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മാത്രം നിങ്ങൾ ക്വാളിഫൈഡ് ആകും. ക്വാളിഫൈഡ് ആയാൽ അവർക്ക് എത്ര പോയിന്റ് കിട്ടും? 30 പോയിന്റ്സ്, 30 പോയിന്റുകൾ. ഈ 30 സെക്കൻഡുകൾക്കുള്ളിൽ 5 ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ -20 ആകും നിങ്ങളുടെ പോയിന്റ്. ഇനി 5ൽ നിർത്തണ്ട, നിങ്ങളൊരു മിന്നൽ മുരളിയായി മാറി ഈ 30 സെക്കൻഡിനുള്ളിൽ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ 5ൽ കൂടുതലായി വരുന്ന ഓരോ ശരി ഉത്തരത്തിനും 10 പോയിന്റുകൾ വീതം അധികമായി കിട്ടും. 8 ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോ 60 പോയിന്റുകൾ കിട്ടും. ക്ലിയർ? ഭവാനി ശരി? സോ ഭവാനി, നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ വേഗത പ്രധാനമാണ്. കൺഫ്യൂഷൻ ഇല്ലാതെ, ഈ മ്യൂസിക് ഒന്നും കേട്ട് പേടിക്കാതെ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ. എന്താണ് അക്കം? വിച്ച് നമ്പർ ഡു യു വാണ്ട്? 3. സ്ക്രീൻ, മേക്ക് ദ കോളം 3 എ ഫ്രീ സ്പേസ്. ഇതിഹാസങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ. ദ്രൗപദി, കുന്തി, സീത, മണ്ഡോദരി, ശകുന്തള, ദമയന്തി. 4 ഉത്തരങ്ങളാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. ഇതിഹാസങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളാണ്. ദമയന്തിയും ശകുന്തളയും. ശകുന്തള എന്നത് അഭിജ്ഞാന ശാകുന്തളത്തിൽ കാളിദാസ രചിതമായ കാവ്യനാടകമായ ശാകുന്തളത്തിലാണ് കേട്ടോ. ദമയന്തിയും നല്ല കഥയിലാണ്. അപ്പോ -20 ആണ് ടീം ഭവാനി നിങ്ങളുടെ ഉത്തരം. നിങ്ങൾ സീതയിലേക്ക് പോയാൽ അവിടെ മാത്രം നിങ്ങൾ കുടുങ്ങിക്കിടന്നാൽ പോലും നിങ്ങൾക്ക് സുമിത്രയിലും കൈകേയിലും കൗസല്യയിലും മന്ദരയിലും ഊർമിളയിലും മാത്രം 5 എണ്ണം കിട്ടുമായിരുന്നു. ഒരേ ഇതിഹാസത്തിൽ പറയട്ടെ. ആദ്യം ക്വാളിഫൈ ചെയ്യാൻ നോക്കണ്ടേ? അതിനായിട്ട് പമ്പ, ടീം പമ്പ 5. സ്ക്രീൻ റിമൂവ് 5. കേരളീയ കലാരൂപങ്ങൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പടയണി, കൂടിയാട്ടം, മോഹിനിയാട്ടം, തെയ്യം. 4.
കലാരൂപങ്ങളാണ് പൂർണ്ണമായും ഇതിൽ കേരളീയ കലാരൂപങ്ങൾ എന്ന് പറയാൻ കഴിയുക. കേട്ടോ, മറ്റൊന്ന് ക്ലാസിക്കൽ കലാരൂപമാണ്, വേറൊന്നാകട്ടെ രംഗോളി എന്നത് ഉത്തര ഭാരതത്തിൽ നിന്നും ആവിഷ്കരിച്ച് പടർത്തപ്പെട്ടതാണ്. 5 കലാരൂപങ്ങൾ നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കുന്നു. 30 പോയിന്റ്സ്. ടീം പെരിയാർ ചെമ്മാനക്കളിയും തെയ്യവും തിറയും മംഗലം കളിയും ഗദ്ദികയും അർജുന നൃത്തവും അടക്കം കേരളീയമായ എത്ര കലാരൂപങ്ങളുണ്ട്? യെസ്, ടീം പെരിയാർ 4. സ്ക്രീൻ ഷോ വാട്ട് 4 സ്റ്റാൻഡ്സ് ഫോർ. സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഗാന്ധിജി. That means you get 50 points. പക്ഷെ നിങ്ങൾ ഭഗത് സിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ കൂട്ടത്തിൽ രാജ്കീയവും സുഖദേവും പറഞ്ഞങ്ങ് പോകാം. ഖുദിറാം ബോസിനെ പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഹേമു കലാരിയെയും പ്രഫുല്ല ചാക്കിയെയും അതെല്ലാം നിങ്ങളെയും പറയാം അല്ലേ? 50 points, not bad. കബരി 6. Screen fix the number 6. ഇവിടെ നോക്കിക്കോ. ഇന്ത്യ ഡൽഹി. എന്താണ് വിഷയം കണ്ടില്ലേ? എന്താണ്? ഏഷ്യൻ കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇന്ത്യ ഡൽഹി, പാകിസ്ഥാൻ ഇസ്ലാമാബാദ്, ചൈന ഭൂട്ടാൻ, ചൈന, ശ്രീലങ്ക കൊളംബിയ, ജപ്പാൻ ടോക്കിയോ, അഫ്ഗാനിസ്ഥാൻ കാബൂൾ, അമേരിക്ക വാഷിംഗ്ടൺ. 4 ശരി ഉത്തരങ്ങളേ ഉള്ളൂ. -20. ശ്രീലങ്കയുടെ തലസ്ഥാനം എന്താ? കൊളംബിയ വേറൊരു രാജ്യമാണ്. മോള് കൊളംബോ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതും തെറ്റാ. എന്താണ് ശ്രീലങ്കയുടെ തലസ്ഥാനം? അല്ല, ശ്രീലങ്കയുടെ ക്യാപിറ്റൽ എന്താ? അല്ല മോനെ, ശ്രീനഗറോ? ശ്രീലങ്കയുടെ ക്യാപിറ്റൽ ജയവർദ്ധന കോട്ടെ ആണ് കേട്ടോ. ജയവർദ്ധന കോട്ടയാണ്. കൊളംബോ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ശ്രീലങ്ക. ബട്ട് ഇറ്റ്സ് ഓൺലി ദ കൊമേഴ്സ്യൽ ക്യാപിറ്റൽ. യെസ്, ടീം നെയ്യാർ 1, 2. ഏതാ വേണ്ടേ? 1. 1. What is the fun in 1? Inventors and inventions. രണ്ടും വേണം. Your time starts now. Alexander Graham Bell telephone, Martin Cooper mobile, X-ray round, television, J.R. Bell, Jailbird. സിനിമ കണ്ടുപിടിച്ച ലൂമിയൻ ബ്രദേഴ്സ്. aeroplane Wright brothers, CV രാമനപ്പൻ. That's not an invention. 7. 50 പോയിന്റുകൾ. ഭാരതപ്പുഴ റേഡിയോ കണ്ടുപിടിച്ചാൽ അതെന്താ പറയാത്ത? റാബീസ് വാക്സിൻ കണ്ടുപിടിച്ചാരാ? അതെന്താ പറയാത്ത? ശരി. പെനിസിലിൻ കണ്ടുപിടിച്ചാരാ? ശരി. ഭാരതപ്പുഴ 2 മാത്രമേ ഉള്ളൂ അല്ലേ? So let's do 2 please. നവോത്ഥാന നായകർ. Your time starts now. സ്വാമി വിവേകാനന്ദൻ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, സഹോദരൻ കെ അയ്യപ്പൻ, പിന്നെ ചട്ടമ്പി സ്വാമികള്, പൊയ്കയിൽ യോഹന്നാൻ, സഹോദരൻ അയ്യപ്പൻ, വാപ്പടാനന്ദൻ, സ്വാമി വൈകുണ്ഠ സ്വാമികള്, ഒൻപത് means you get 90 points അല്ലേ? അല്ലല്ലോ, 70 points. You get 70 points. 70 points. അപ്പോ നിങ്ങളുടെ ഈ
കണക്റ്റഡ് മെമ്മറി കൂടി ഡെവലപ്പ് ചെയ്യണം കേട്ടോ. വിവേകാനന്ദൻ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ആ പോർഷനൊക്കെ തീർത്ത് താഴോട്ട് വന്നാൽ മതിയായിരുന്നു അല്ലേ. രാജാറാം മോഹൻ റായിയെ പറയാമായിരുന്നു, ഈശ്വരേന്ദ്ര വിദ്യാസാഗറിനെ, ശ്രീരാമകൃഷ്ണ പരമഹംസനെ, ദയാനന്ദ സരസ്വതിയെ പറഞ്ഞിട്ട് താഴോട്ട് വന്നാൽ പോരെ അല്ലേ. ശരി, നമ്മൾ ഈ റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഈ മത്സരത്തിന്റെ പെനൾട്ടിമേറ്റ് റൗണ്ടിൽ 4ാമത്തെ റൗണ്ടിലേക്ക് കടക്കും. 4ാമത്തെ റൗണ്ട്, അതിൽ കളിയും മാറും കഥയും മാറും. എതിരാളി മനസ്സിലാകാതെ നീക്കുന്നു, മുൻകൂട്ടി അറിയുന്നത് ജയിക്കുന്ന കളി. ഞാൻ കളത്തിലിറങ്ങാൻ just rewind. Yes, that's it. But a fiction, exaggeration, mystery. കൊലപാതകങ്ങളെ അക്ഷരമാല പുസ്തകത്തിലെ പേരുകളായി കാണുന്ന ഒരു കുട്ടിയുടെ വിചിത്രമായ മാനസിക വ്യാപാരമുണ്ട്. എന്നോടുള്ള വെല്ലുവിളിയുണ്ട്, ഞാനിതിൽ ഇൻവോൾവ് ആവണമെന്ന് നിർബന്ധമുണ്ട്. Why? പക്ഷെ ഒന്നുണ്ട് സാർ, ഇപ്പോൾ ഈ കില്ലറിനെ കുറിച്ച്, അവൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അവൻ്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ് ഇപ്പോൾ ഞാൻ കരുതി നീക്കുന്നത്. ഭാരതപ്പുഴയ്ക്ക് മൈക്ക് കൊണ്ടുവരാം. മൂന്ന് പേര്. ഈ റൗണ്ടിന്റെ പ്രത്യേകത, എന്ത് ചോദിക്കണമെന്ന് ഞാനല്ല തീരുമാനിക്കും. അവർ പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് ചോദ്യം. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിന് 10 മാർക്കാണുള്ളത്. ശരി ഉത്തരവാണെങ്കിൽ അവർക്ക് 10 പോയിന്റ് കിട്ടും. അപ്പൊ അവരുടെ മുന്നിൽ 2 ഓപ്ഷനുകളുണ്ട്. ഒന്നുകിൽ എന്നോട് അടുത്ത ചോദ്യം ചോദിക്കാൻ പറയാം, അല്ലെങ്കിൽ 10 മാർക്കുമായിട്ട് മടങ്ങിപ്പോയിരിക്കാം. അടുത്ത ചോദ്യം 25 മാർക്കിൻ്റെതാണ്, ശരിയല്ലേ അല്ലേ? ആ 25 മാർക്കിന്റെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ അവർക്ക് 10, 25, 35 അപ്പൊ അവരുടെ ഓപ്ഷൻ ഒന്നുമില്ല, 35മായിട്ട് മടങ്ങി പോയിരിക്കാം, അല്ലെങ്കിൽ എന്നോട് 3ാമത്തെ ചോദ്യം ചോദിക്കാൻ പറയാം, അത് 50 മാർക്കിൻ്റെതാണ്. അതിനും ശരി ഉത്തരം പറഞ്ഞാൽ അവർക്ക് 85 മാർക്കായി. അപ്പൊ അവർക്ക് ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, ഒന്നുകിൽ 85 പോയിന്റുമായി മടങ്ങിപ്പോയിരിക്കാം, അല്ലെങ്കിൽ 4ാമത്തേതും അവസാനത്തേതുമായി ചോദ്യം ചോദിക്കാൻ പറയാം, അത് 100 മാർക്കിൻ്റെതാണ്. അതിന് ശരി ഉത്തരം പറഞ്ഞാൽ അവർക്ക് 185 പോയിന്റ്. ഇതിലുള്ള ഒരു പ്രശ്നം, ചെസ് കളിക്കുമ്പോ മുന്നിലോട്ട് മാത്രം കൈകൾ നീക്കിയല്ല നമ്മൾ കളിക്കുന്നതല്ലേ. ജീവിതവും അങ്ങനെയാണ്. നിർണായകമായി തീരുമാനമെടുക്കാനുള്ള നമ്മുടെ കഴിവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ആകസ്മിക ചോദ്യങ്ങളായതുകൊണ്ട് 10ൽ ശരി ഉത്തരം പറഞ്ഞ് 25 ചോദിച്ചാൽ തെറ്റിപ്പോയാലോ അറിയില്ലെങ്കിലോ കിട്ടിയ 10 പോവും. 35 കിട്ടി 50ലേക്ക് പോയി, അതറിയില്ല എങ്കിൽ കിട്ടിയ 35 പോകും. 85 കിട്ടി 100ലേക്ക് പോയി, അറിയില്ല എങ്കിൽ കിട്ടിയത് മുഴുവൻ പോകും ആ റൗണ്ടിൽ. സോ ഡിസിഷൻ ഈസ് യുവേഴ്സ്. സ്റ്റാൻഡിങ്.